ആ നെറ്റി കണ്ടോ? വാസുദേവന്റെ തനി രൂപം തന്നെ. വാസോടെ പോയി ചായ വാങ്ങാൻ പോയതാ. ഇവിടെ പാർക്ക ചായ. ഏതായാലും നമുക്കല്ല. എടാ അപ്പു, നീ കണക്ക് വല്ലോ നോക്കിയോ? എന്ത് കണക്ക്? എടാ മണ്ട, വാസുദേവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 9ാം മാസാ. ചിങ്ങം 4-നായിരുന്നല്ലേ അവന്റെ കല്യാണം. ചിങ്ങം തൊട്ട് ഇന്നേക്ക് ഇടവോ 9 വരെ 9 മാസം 2 ദിവസമല്ലേ ആയുള്ളൂ. നീ ഒന്ന് കൂട്ടി നോക്കിക്കേ. ഈ പറഞ്ഞ ശരിയാണല്ലോ. തൊലി വെളുത്ത പെണ്ണിനെ കെട്ടാൻ നടന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും പറഞ്ഞ ഈ കുടുംബത്തിൽ എന്ത് നാണക്കേടാ. അതെന്താ 9ാം മാസം പെണ്ണുങ്ങൾ ആരും പ്രസവിക്കാറില്ലേ? പ്രസവിക്കും, പക്ഷേ കൊച്ചിന്റെ തന്ത വേറെ ആരെങ്കിലും ആയിരിക്കുന്നേ ഉള്ളൂ. ആ ചോര കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പിതൃത്വം നിശ്ചയിക്കാൻ നീ ആരാടി? അച്ഛന്റെയോ അച്ഛന്റെ അച്ഛന്റെയോ അമ്മയുടെയോ അമ്മുമ്മയുടെയോ അമ്മാവന്റെയോ ഒക്കെ ചായ ഉണ്ടാവും. മാത്രമല്ല, നീ വിചാരിക്കുന്ന പോലെ 10 മാസം തികഞ്ഞുകൊണ്ട് മാത്രമല്ല പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത്. 9 മാസമായാലും പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളുണ്ടാവും. ഒരു സംശയം പറഞ്ഞു വെച്ച് അപ്പോട്ടിന് എന്തിനാ എന്നോട് ചൂടാവുന്നത്? അമ്മ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. വയസ്സായി, ബുദ്ധിസ്ഥിരത കുറഞ്ഞുകൊണ്ടാണെന്ന് കരുതി ക്ഷമിക്കാം. കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാൻ കൂടി ഭാഗ്യമില്ലാത്ത നീ ഇല്ലാത്ത വർഷത്തിലെല്ലാം പറഞ്ഞൊരു പാവം പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കരുത്. വാസുവിനാണെങ്കിൽ എന്തെങ്കിലും കേട്ടാ മതി. ഇനി ഇതുകൂടെ പറഞ്ഞ് അവന്റെ മനസ്സമാധാനം കളയണ്ട. നമ്മുടെ ഈ കറുത്തടുത്ത തറവാട്ടിലുള്ള ആരുടെ ഒരു ചായയില്ല കുട്ടിക്ക്. മേലെടുത്തുകാരുടെയും ചായയില്ല. പിന്നെ ആരുടെ മുഖമാണ് കുട്ടിക്കുള്ളതെന്നാ എന്റെ സംശയം. ഞാനും അതാ ആലോചിക്കുന്നത്. ആ ആട്ടക്കാരിയായി നടന്നല്ലേ. എന്നാലും എന്റെ വാസുവിന് ഈ ഗതി വന്നല്ലോ ഈശ്വര. നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് എന്റേതാണെന്ന് തെളിയിക്കാൻ അവള് തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം ചെയ്യുകയോ അഗ്നിയിൽ ചാടി ശുദ്ധി വരുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. എടീ, എന്റെ കുഞ്ഞാണെന്ന് മറ്റാരെക്കാളും തറപ്പിച്ചു പറയാൻ എനിക്കേ കഴിയൂ. ഇത്രയ്ക്ക് തറപ്പിച്ച് പറയാൻ എങ്ങനെയാ കഴിയുക? അത് പച്ചയായിട്ട് ഞാൻ നിന്നോട് പറയണോ? നീയും കല്യാണം കഴിഞ്ഞ ഒരാളോടെ പൊറുക്കാൻ പോയതല്ലേ? നീ കന്യകയായിരുന്നു എന്ന് എന്ത് തെളിവാ കാണിച്ചു കൊടുത്തത്? നിർത്തടാ. സ്വന്തം കൂടപ്പുറപ്പിനെ പറ്റി പറയുന്ന കേട്ടില്ലേ അവൻ? ഇവളുടെ നായരും പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരി. എന്നെ വിശ്വസിച്ച് അന്യ വീട്ടിൽ നിന്ന് വന്നവൾ ചെയ്യുന്നത് മഹാപരാധം. സ്വന്തം മകന്റെ ഭാര്യ പിഴച്ചവളാണെന്നും അന്യന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്നും പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കണം. അല്ലെങ്കിലും ആൺമക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ അമ്മമാർക്ക് അവർ ശത്രുക്കളാ. എന്റെ നേരെ നിന്നൊരു അക്ഷരം മിണ്ടാത്തവനാ. അവൾ എന്തോ ചെയ്ത് അവളുടെ ചെൽപ്പടിക്കാക്കിയിരിക്കുക. എന്താ എന്താ കിട്ടണേ മാവ? സാവിത്രിയേട്ടത്തി ചോര എർത്തിച്ചു. ആശുപത്രിയിലാ. ഉണ്ണിമായയുടെ അമ്മ മരിച്ചിട്ട് ഇവിടെ നിന്ന് ആരും പോകാതിരുന്ന് വളരെ മോശമായി പോയി. മരുന്നും ചികിത്സയായി കഴിയുന്ന എനിക്ക് അത്ര ദൂരം വരെ യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? അമ്മ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, വേറെ ആളുകളുണ്ടല്ലോ. ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ എന്ത് മോശമാ. അത്രയ്ക്ക് സങ്കടമായിരുന്നെങ്കിൽ ചേട്ടൻ അങ്ങ് പോയിരുന്നില്ലേ? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും പോകുമായിരുന്നു. അപ്പോട്ടും പറയുന്നത് ശരിയാ. ഉണ്ണിമായുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് ചോദിച്ചാ അതിന്റെ കുറച്ചിൽ നമുക്കാ. ആര് പോയാലും പോയത് പോയി. അസുര വിത്തിന് ജന്മത്തിന് ശേഷമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരസുഖവും ഇല്ലാതെ ഓടി നടന്നിരുന്നവരല്ലേ അവര്. ആ രാമൻ കണിയാൻ കവടി നിരത്തി പറഞ്ഞതാ. കണിയാനും കടിയാത്തിയും പറഞ്ഞുകൊണ്ടൊന്നും അല്ല. ആയുസ് തീരുമ്പോ പോകും, അത്രേ ഉള്ളൂ. കുട്ടിയുടെ ജനനം പിതാവിനും മാതൃമാതാവിനും നന്നല്ലെന്നാ അയാള് പറഞ്ഞത്. മരിക്കുന്നതിലൊന്നും എനിക്ക് ഒരു പേടിയില്ല. നിന്റെയും മോളുടെയും കാര്യം ഓർക്കുമ്പോഴാ പച്ചയ്ക്ക് കടിച്ചു കയറാൻ കാത്തിരിക്കുക എല്ലാരും. വാസുവേട്ടന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. നീ വ്രതവും പ്രാർത്ഥനയൊക്കെ നടത്തുന്നു പറഞ്ഞിട്ട് പിന്നെന്തിനാ കരയുന്നത്? മാത്രമല്ല, അമ്മയുടെ നിർബന്ധം കൊണ്ട് ദാ ഏലസും കിട്ടിയിട്ടുണ്ട്. ശ്രീകുട്ടിയെ തനിച്ചിവിടെ ആക്കിയിട്ട് പോകുന്നത് നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീ കിടന്നുറങ്ങാൻ നോക്ക്. ഓ ഓ ഓ എടീ നിർമ്മലേ, വാസുദേവൻ എന്താടി ഭാര്യയുടെ അനിയത്തിയെ കൂടെ കല്യാണം കഴിച്ചോ? ഉള്ള കുട്ടി പരാതിനായിട്ട് വരുന്ന കണ്ടില്ലേ? നീ ഇത് എന്തിന്റെ പുറപ്പാടാ? ഉറപ്പാണോ? നീ ഇവളുടെ അനിയത്തെ കൊണ്ട് വിളിച്ചോണ്ട് വന്നത് ഇവിടെ സ്ഥിരമായി പൊറപ്പിക്കാനാണോ? സ്ഥിരമായിട്ട് വേണോ ടെമ്പററി ആയിട്ട് വേണോ തീരുമാനിച്ചിട്ടില്ല.
എടാ നാണം കൊട്ടവനെ, ആ തള്ളയത്ത് കൊലവിളി കഴിഞ്ഞിട്ടില്ല. പ്രായമായ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. പിന്നെ ഇവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തണമെന്നാണോ അമ്മ പറയുന്നത്? ഒറ്റയ്ക്ക് നിർത്തണ്ട. ഇവിടെ ഇവൾക്ക് താമസിക്കാൻ വല്ല സൗകര്യമുണ്ടോ? ഉള്ള മുറിയിൽ എല്ലാരും കിടന്നോളൂ. എന്നാ നിന്റെയും ഭാര്യയുടെയും കൂടെ കിടത്തിക്കോ. പാർവതി മടിയിലും ഗംഗ ജടയിലും ആയിക്കോട്ടെ. എന്താ ഇതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്നെ പ്രസവിച്ച അമ്മയായി പോയില്ലേ. നിങ്ങൾ വരൂ. നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കിടന്നു, ഞാൻ ഹാളിൽ കിടന്നോളാം. അയ്യോ അത് വേണ്ട. അത് സാരമില്ല, നാളെ നമുക്ക് വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം. ഞാൻ കാരണം വാസുവേട്ടന് ബുദ്ധിമുട്ടായല്ലേ? ഇതാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഭാര്യയും ഭർത്താവും കൂടി എന്നും ഒരു മുറിയിൽ തന്നെ കിടന്നുറങ്ങണമെന്ന് നിയമമൊന്നുമില്ല. വീട്ടിലെ സ്ഥല സൗകര്യങ്ങൾ അനുസരിച്ച് എല്ലാ മനുഷ്യരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ കിടന്നോളൂ. ഇനി ഇത് മതി ആ തള്ളയ്ക്ക്. ചേച്ചി എങ്ങനെയാ അവരുടെ കൂടെ പൊറുക്കുന്നത്? വാസുവേട്ടന്റെ സ്നേഹത്തിന് മുന്നില് എല്ലാം ഞാൻ മറക്കുക. മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണാൻ കേട്ട എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഒടുക്കത്തെ ഒരു വായന. നമ്മുടെ വാസുവേട്ടനില്ലേ, ചേട്ടത്തി അനിയത്തി ഒരേ മുറിയിലാ കിടത്തിയിരിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, പുരാണത്തിൽ പാഞ്ചാലി ഒരേ സമയം എത്ര ആണുങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്നത്. ടാറ്റാ കമ്പനിയിലെ ഷിഫ്റ്റ് പോലല്ലായിരുന്നോ കയറ്റവും ഇറക്കവും? പുരാണങ്ങളിലെ ദൈവങ്ങളെ പോലാണ് നമ്മൾ മനുഷ്യര്. ഓ, അവർക്ക് എന്തും ആകാമല്ലോ. എടി, എന്നാലേ വാസ്തവം പെണ്ണുങ്ങളെ അകത്ത് കിടത്തിയിട്ട് അവ മുറിക്ക് പുറത്താ കിടക്കുന്നത്. ഡീസന്റ് എന്നെ പോലെ. അമ്മയെ നീയും കൂടി ഒപ്പിച്ച പണിയല്ലേ ഇത്? അമ്മയുടെ നിധി വെച്ചിരിക്കുന്നു പറഞ്ഞ് ഒരു മുറി വെറുതെ പൂട്ടിയിട്ടിരിക്കുമല്ലയോ? ആ മുറി തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ആ കിളിന്ത് പെങ്കൊച്ച് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? അയ്യടാ, അവൾ അവിടെ കിടക്കാൻ പോയാലേ ജനാലയ്ക്ക് നിന്ന് ശൃംഗരിക്കാലോ. എനിക്ക് ശൃംഗരിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. നിന്റെ ആങ്ങളെ പുറത്ത് കിടന്ന് കൊതുകടി കൊള്ളുന്നല്ലോ എന്ന് ഓർത്തിട്ടാ. തന്നെയുമല്ല, ഉണക്കമീൻ അകത്ത് വെച്ചിട്ട് പൂച്ച പുറത്ത് എത്ര ദിവസം കാവല് കിടക്കും? ഉണക്കമീനും പൂച്ച മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ടോ? അല്ലെങ്കിലും അത് തന്നെയാണല്ലോ കുറച്ചു കാലമായിട്ട് പതിവ്. ഓ, ഇന്നും പോക്ക. കുട്ടി കഥാപ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എന്നെ പറ്റി കേട്ടിട്ടുണ്ടാവാം. ഞാൻ സുപ്രസിദ്ധ ഗാഥകൻ ദാസ്ജി നായർ. ഇപ്പൊ പരിപാടിയൊന്നുമില്ല. വില്ലുവലച്ച തേരാളി, പ്രിയെ നിനക്ക് വേണ്ടി, മറക്കില്ലൊരിക്കലും, ശ്രീകുട്ടിക്കൊരു ഉമ്മ. എന്റെ ശ്രീകുട്ടിക്കൊരു ഉമ്മ എന്ന കഥയിൽ ഞാൻ ആമുഖമായി പറയുന്നുണ്ട്: വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ പേരോടെ മന്തി പറിച്ചതാണീ കഥ. മാന്തല് പറിക്കലും ഒന്ന് പോകണ്ട അവിടുന്ന്. വന്നിരിക്കുന്നു. കാതിക സോദര, ചം ചം ച, കാതിക സോദര, വേദന മാറ്റുവാൻ തകർവാമിട്ടു തിരുമിടേണം. പട്ടി കുരക്കുന്നു, പൂച്ച കരയുന്നു, കൈതയോ കാമം കരഞ്ഞു തീർക്കും. നിന്റെ വായിൽ ചാണകം ഉരുട്ടി തിരികെ വേണ്ടത്. അയ്യാ, കാര്യമൊക്കെ കൊള്ളാം. രാത്രിയിൽ കാലം ഇടയ്ക്കിടയ്ക്ക് ഉരുണ്ട് കയറണോണ്ടാ നിന്നെവിടെ കൂട്ടുകിടത്താന്ന് വെച്ചത്. പക്ഷേ വൃത്തിയും ശുദ്ധിയും ഉണ്ടായിരിക്കണം. ആണോ? ആ, പക്ഷേ ആ സമയത്തെങ്ങാൻ അമ്മയുടെ കാലുരുണ്ട് കയറിയ തൊടാൻ പറ്റുമോ? അയ്യടാ, അത്രയും ദിവസം അമ്മ ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞാലും ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ല. വാതിലടക്കണ്ട. ആരെ പേടിക്കാനാ? ആവി എടുത്തിട്ട് ഇവിടെ കിടക്കാൻ വയ്യ. ഇനി വാതിൽ അടച്ച് എന്നെ കൊല്ലാനാ? ഇവിടെ വന്ന് കിടക്കടി. എന്താടി, എന്താ പറ്റി? ഈ അശ്രീകാരത്തിന് കിടത്തിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ. എന്താ, എന്ത് പറ്റി? എന്താ, എന്ത് പറ്റി? കറണ്ട് പോയിരിക്കാം. അപ്പോട്ടാ മേനം നോക്കി. ആരോ മെയിൻ ഓഫ് ചെയ്തിരുന്നതാ. ഓഫ് ചെയ്തു? ആ കുട്ടി വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. നാമജപമൊന്നും ഇല്ലാത്തതിന്റെ കുറവാ. സ്വപ്നം കണ്ടോന്നല്ല, എന്നെ കയറി പിടിച്ച ആളുടെ കയ്യിൽ ഒരു രക്ഷ കിട്ടിയിരുന്നു. രക്ഷയോ? ആ, അതിപ്പോ ഇവിടെ രണ്ടുപേർക്കല്ലേ ഉള്ളൂ, അപ്പുക്കുട്ടനും വാസുദേവനും. അതെ, ആ കയ്യിൽ രക്ഷ ഉണ്ടായിരുന്നു. ഇനി വല്ല കള്ളനും കയറിയതായിരിക്കും. രക്ഷയില്ലാത്തോണ്ട് രക്ഷപ്പെട്ടതായിരിക്കും. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കിടന്ന ഉറക്കവും വരില്ല. ആരാണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? അതെനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാ, കയ്യിൽ രക്ഷ കിട്ടിയിരുന്നു. നീ വാതിൽ സാക്ഷിയിട്ട് കിടന്നുറങ്ങ്. നേരം വെളുക്കട്ടെ. കിടന്നു.
ഞാൻ പോവാ ചേച്ചി. ഇതെന്താ ഇങ്ങനെ? പെട്ടെന്ന് പോണം തോന്നി. എന്താ കുട്ടി ഇത്? ഇന്നലെ എന്തോ അരുതാത്ത സംഭവിച്ചു കരുതി പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പുറപ്പെടുക? ഇല്ല ചേച്ചി, ഞാൻ നേരത്തെ തന്നെ പോണെന്ന് വിചാരിച്ചതാ. എവിടേക്ക്? തൽക്കാലം ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ. അവിടെ നീ തനിച്ച് നിൽക്കാൻ പോവാ? തനിച്ചല്ല, രാത്രി ലാമിനമ്മ വിളിച്ച് കൂട്ടിയെടുത്തിക്കോളാം. വാസുവേട്ടൻ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ചോദിച്ചിട്ട് പോകായിരുന്നു നിനക്ക്. ചേച്ചിയുടെ കാര്യമാണെങ്കിൽ വാസുവേട്ടനോട് ചോദിക്കണം. ഇതിപ്പോ എന്റെ കാര്യം, അത് ഞാൻ തീരുമാനിച്ചോളാം. എന്നാലും ശ്രീകുട്ടി, ഇങ്ങനെ വാശി വേണ്ട. വാസുവേട്ടൻ വന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഒരാപത്തിലും ചാടില്ല. വല്ലവരുടെയും കുടുംബത്തിൽ താമസിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം വീട്ടിൽ തനിച്ച് താമസിക്കുന്നല്ലേ. എന്നെ കാക്കാൻ എനിക്കറിയാം. ഞാൻ ഇറങ്ങാം. വാസുവേട്ടൻ വരുമ്പോ ചേച്ചി പറഞ്ഞാ മതി. എവിടേക്കാണാവോ കെട്ടും പാണ്ടൊക്കെ ആയിട്ട്? കാശിക്ക് എന്ന് പോരുന്നുണ്ടോ? ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾക്ക് ഒരു അറുതിയാകും. അതല്ല നരകത്തിലാണ് ബർത്ത് റിസർവ് ചെയ്തിരിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? അവളുടെ ഒരു അഹമ്മതി കണ്ടല്ലേ. ഇവിടെ ഇതുവരെ ആരും ഉറക്കത്ത് കയറി പിടിക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയുള്ളവര് പഴി ചേരാൻ വേണ്ടി നീ ഒരുക്കിയ നാടകമല്ലേ ഇത്? മതി, ഇത് മനുഷ്യർ താമസിക്കുന്ന വീടൊന്നും അല്ലല്ലോ. താടകയുടെ യക്ഷയുടെയും കൂടാരമല്ലേ. പാവം എന്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലേ ഈശ്വര. ഇരിക്കുന്നുണ്ടല്ലേ രണ്ടും? അയ്യടാ